കുഴപ്പമില്ലായിരുന്നു. ഒരു 6.5 ഔട്ട് ഓഫ് 10. കുഴപ്പമില്ല, കൊള്ളാം. പെർഫോമൻസ് കൊള്ളാം, കുഴപ്പമില്ല. കുഴപ്പമില്ലെന്ന് പറയാം, അത്ര തന്നെ. ത്രില്ല കണ്ടോണ്ടിരിക്കുക. ആവറേജ്. സംവിധാനമൊന്നും ശരിയായില്ല. ഭയങ്കര ക്യാച്ചി ആയിട്ടുള്ള മൂവിയൊന്നും അല്ല. പേഴ്സണ് കാണാവുന്നേ ഉള്ളൂ. അവർ ആക്ടിംഗ് ഒക്കെ നല്ലതായിരുന്നു. എല്ലാവരും നല്ല ആക്ടിങ് ആയിരുന്നു. ആക്ടിങ് ഒക്കെ നല്ലതാണ്, പക്ഷേ അത്രയ്ക്ക് അടിപൊളി മൂവിയൊന്നും അല്ല. എല്ലാവരും വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. അല്ലാതെ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ക്യാച്ച് മൂവി അല്ല. കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. ലണ്ടൻ ഈ പറയുന്ന പോലെ പക്ക ചില ഔട്ട്സ്കേർട്സ് കാണിക്കുന്നുണ്ട്, ഇടയ്ക്ക് ഉണ്ടല്ലോ. ബിഗ് ബെൻ അല്ലാതെ ബിഗ് ബെൻ കാണിക്കുന്നില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. ബിഗ് ബെൻ ഇല്ലായിരുന്നു, മറ്റേ ജയൻറ്റ് വീലുണ്ടല്ലോ, അത് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് അതിൻ്റെ അല്ലാതെ പ്രോപ്പർ ഒരു അങ്ങനെയൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു പോകുന്നതേ ഉള്ളൂ. സോങ്സ് ഒന്നും വലിയ ഇതല്ല. കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. ഭാര്യയും ഭർത്താവുമാണ്. ഭാര്യയ്ക്ക് ഇംഗ്ലണ്ടിലാണ് ജോലി. അപ്പം ഇവന് ഇവിടെ പോലീസായിരുന്നു. അപ്പോൾ ഒരു എന്തോ പ്രശ്നമുണ്ടായി, സസ്പെൻഷനിലായി. അപ്പം കുഞ്ഞും ഭാര്യയുടെ കൂടെ അവിടെ വിദേശത്താണ്. കണ്ടിരിക്കാം, നല്ലൊരു റിവെഞ്ച് പോലെ തന്നെ അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അടിയൊന്നുമില്ല. അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് ഒന്ന് വരുന്ന അവിടെ ഒരു കേസിൽ പെടുന്ന കാര്യമൊക്കെ അതൊക്കെ ഉള്ളൂ. എടുത്തു പറയത്തക്ക എന്ന് പറഞ്ഞാൽ അതിന് അവർ രണ്ടൊരു അഭിനയമൊക്കെ കൊള്ളാം, ഭാര്യയും ഭർത്താവിൻ്റെയും. കൊള്ളാം, കണ്ടിരിക്കാം. വേറെ ബോറിംഗ് ഒന്നുമല്ല. ഒരു ഫാമിലി ഓറിയൻറ്റഡ് മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് വരെ ഒരു നോർമൽ ഒരു ഫാമിലി ഇതായിട്ടും, അതിന് ശേഷം ഒരു ത്രില്ലർ പോലെ, ഒരു സർവൈവൽ ത്രില്ലറല്ല, ഒരു രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ത്രില്ലർ, അങ്ങനെ ഒരു അത്രേ ഉള്ളൂ. കണ്ടിരിക്കാം, വെറുതെ കണ്ടിരിക്കാം. ചിലക്കൊക്കെ ഉറക്കം വന്നു പോവും, ഈ പറഞ്ഞ പോലെ. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ്. പിന്നെ സെക്കൻഡ് ഹാഫ് പിന്നെയും നമുക്ക് കണ്ടിരിക്കാം. പിന്നെ അഭിനയിച്ചവരുടെ കുഴപ്പമോ, പിന്നെ നന്നായിട്ട് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് രണ്ട് പാട്ടുണ്ട്. അപ്പോൾ കൈലാസ് മേനോൻ്റെ പാട്ടുകൾ കൊള്ളാം. ജസ്റ്റ് ഇങ്ങനെ കണ്ടിരിക്കാം, ബോറിംഗ് ഒന്നുമല്ല, ഇങ്ങനെ വെറുതെ കണ്ടിരിക്കാം എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല കഥയിൽ ചെയ്താൽ. ഫുള്ളും ഈ സിനിമയുടെ ഒരു 90% ലണ്ടനിലും അയർലൻഡിലും ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത്രയും പൈസ എടുത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തോ ഇത് ആൾക്കാർക്ക് അങ്ങനെ എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെടുമെന്ന് അറിയാൻ പാടില്ല. കുഞ്ഞു പടം. പിന്നെ അനുമോഹനും അതിഥി രവിയും അവരെ മെയിൻ. പിന്നെ നിഷ സാരംഗി, പിന്നെ ബിജു സോപാനം, നമ്മുടെ വിജയ് ബാബു, പിന്നെ അങ്ങനെ എല്ലാവരും ഉണ്ട്. അഭിനയമൊന്നും ആരെയും മോശമൊന്നും പറയാനോ ബോറിങ്ങോ അങ്ങനെയൊന്നും അല്ല. ഒരു സാധാരണ കഥ എന്ന് പറയുമ്പോൾ വിദേശത്തു നിന്ന് പാസ്പോർട്ട് ഒന്നും ഇല്ലാതെ ഒരാളെ കടത്തിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ അതൊന്നും ഇല്ലാതെ അങ്ങോട്ട് പോവുക, അതൊക്കെയാണ് എൻ്റെ ഒരു സെക്കൻഡ് ഹാഫിൽ പറയുന്നത്. ഒരു മെസ്സേജൊന്നുമില്ല. കാരണം ഒരിക്കലും മെസ്സേജ് അല്ല. കാരണം പാസ്പോർട്ടും വിസയില്ലാതെ ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ ക്രൈമല്ലേ. വെറുതെ കണ്ടിരിക്കാം, പ്രത്യേകിച്ച് ഒരു മെസ്സേജും ഇല്ല. പിന്നെ നമുക്ക് ഇത് കാണുമ്പോൾ നമുക്ക് ഒരു UK നിയമങ്ങളെക്കുറിച്ചൊക്കെ ഒരു അവബോധം ഉണ്ടാകും. അമ്മാതിരി കുറേ റൂള്, അല്ല കോടതിയിലെ വിചാരണ, അപ്പം കുറേയൊക്കെ അവിടെയൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ത്രില്ലറൊന്നും അല്ല, വെറുതെ കണ്ടിരിക്കാം എന്ന് പറയാം. ആദ്യം ഒരു ഫാമിലി, പിന്നീട് ഈ പറഞ്ഞ പോലെ നമ്മൾ പോലീസ് പട്ടാളം ഒന്നും അറിയാതെ ഒരാളിനെ രക്ഷപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഒരു ത്രില്ല്, അല്ലാതെ വേറൊന്നുമില്ല. വേറെ പ്രത്യേകിച്ച് സസ്പെൻസ് ത്രില്ലറോ അങ്ങനെയൊന്നുമല്ല. ഒരു സിനിമ എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല.